ഞാനിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂർ നഗരസഭാ പരിധിയിൽ തന്നെയാണ്. കൃത്യമായ ഒരു കണക്കുകളിലേക്ക് പോയാൽ 70% എന്നൊരു മാർക്കിലേക്ക് പോളിംഗ് എത്തും എന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോൾ നിലവിൽ അതിൽ പ്രവർത്തകർക്കും ഒക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ. കാരണം 1 മണിയോടുകൂടി തന്നെ പകുതിയോളം വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നൊരു തൃപ്തിയിലാണ് നിലവിൽ പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ ഉള്ളത്. സ്ഥാനാർത്ഥികൾ അത്തരത്തിലുള്ള പ്രതീക്ഷകളൊക്കെ തന്നെ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ അത് വ്യത്യസ്തമായ പാറ്റേൺ ആണ്. എങ്കിൽ പോലും ലോക്സഭ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് 61%, പ്രിയങ്ക ഗാന്ധി മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ പോലും 61% പോളിംഗ് മാത്രമാണ് അന്ന് ഉണ്ടായിരുന്നത്. അതിനേക്കാളൊക്കെ ഏറെ മുകളിൽ പോകും, 70%-ഓളം എത്തുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷ പങ്കുവെക്കുന്നത്. നഗരസഭാ പരിധിയിൽ എന്തായാലും രാവിലെ കണ്ട ആ ഒരു തിരക്ക് ഇപ്പോൾ ഇല്ലെങ്കിൽ പോലും പരമാവധി വൈകുന്നേരത്തോടു കൂടി വോട്ടർമാരെ ബൂത്തിലെത്താനുള്ള പരിശ്രമം നടക്കുന്നുണ്ട്. വോട്ടർമാരുടെ തന്നെ പ്രതികരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. എങ്ങനെ വോട്ട് ചെയ്തോ? നേരത്തെ തന്നെ എത്തിയോ? എല്ലാ വീട്ടിനടുത്തുള്ള ആളുകളൊക്കെ എല്ലാവരും എത്താൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണോ? എന്താണ്, കൂടുതൽ ആളുകൾ എത്തുന്നുണ്ടോ? ഇപ്പോൾ പോളിംഗ് ബൂത്തിലെ തിരക്കൊക്കെ കണ്ടിട്ട് എന്താണ് താരതമ്യേന തോന്നുന്നത്? കൂടുതൽ 11 മണിയായപ്പോൾ ഞങ്ങൾ വന്ന് നോക്കിയതായിരുന്നു. അപ്പോൾ നമ്മൾ ക്യൂ ആണ്, നല്ല ക്യൂ ആണ്. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് മഴ. ഇനി ഒരു 150 ആൾ കൂടി വരാനുണ്ടാവും. ഞങ്ങളുടെ ബൂത്തിൽ ഒരു 70-75 മിനിറ്റുകളിൽ ഒരു മികച്ച പോളിംഗ് തന്നെ ഉണ്ടാവും. അതായത് തന്നെ കാണുന്നുണ്ട്. മുനിസിപ്പാലിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് കാണുന്നത്. 7 പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റിയാണ് നിലമ്പൂർ നിയമമണ്ഡലത്തിലുള്ളത്. അതിൽ ഒരു മുനിസിപ്പാലിറ്റി തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് ആണ് നിലമ്പൂർ കാണിക്കുന്നത്. അതെ, സാധാരണ ഒരു ഉപതെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ അവമതിപ്പ് ഉണ്ടാക്കും, ആളുകൾക്ക് താല്പര്യമില്ല, അത്തരം ചർച്ചകളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും കൃത്യമായ നിലപാട് അറിയിക്കാൻ ആളുകൾ എത്തുന്നു എന്നല്ലേ? ഈ മഴക്കാലമായ പോലും വളരെ ശക്തമായ പോളിംഗ് നടക്കുന്നുണ്ട്. രാവിലെ ഡ്യൂട്ടിക്ക് പോകേണ്ടി പുറത്ത് നമ്മുടെ നിലമ്പൂർ പഞ്ചായത്ത് വിട്ട് പോകേണ്ട ആൾക്കാർക്കുണ്ട്. അവരൊന്ന് രാവിലെ വോട്ട് ചെയ്ത് പോയി. ഇപ്പോൾ അതിനുശേഷം ഈ ഫ്രീ ടൈമിൽ ഇപ്പോൾ കുറച്ച് ആൾക്കാരുണ്ട്. പോളിംഗ് എല്ലാം സമയം നടക്കുന്നുണ്ട്. രാവിലെ 13.15 ഉള്ളായിരുന്നു. ഇപ്പോൾ അതിൽ മേലെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അതെ, താരതമ്യേന ഭേദപ്പെട്ട പോളിംഗ് എന്നതിനെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ രാവിലെ കണ്ട അത്ര തിരക്കുണ്ടെങ്കിൽ പോലും വോട്ടർമാരെ പരമാവധി എത്തുന്നുണ്ട് എന്നുള്ളത് തന്നെ. മഴയൊക്കെ ഒരു പ്രതികൂല കാലാവസ്ഥ ഉണ്ട്, സാഹചര്യങ്ങളുണ്ട്, എങ്കിൽ പോലും ആളുകൾ എത്തിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. 70% മാർക്കിന് മുകളിലേക്ക് പോകും എന്നാണ് നിലവിലെ വിലയിരുത്തലിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അക്ഷയ രതീഷ്.